بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى كل من صحابة أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على النور وآله صلاة تجعل كلامي ملحما نافعا. والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلدت حيلتي أدركني يا حبيب الله. വിശുദ്ധമായ ഷറഹുൽ അഖായിദിലെ ഷഖീ സഈദ് എന്ന ഒരു ഭാഗത്തിലെ ചർച്ചയിലാണ് നമ്മൾ ഉള്ളത്. ഒരാൾ മുഅ്മിനാണെന്ന് പറയാൻ പറ്റുമോ? അതിപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ടാണോ? അതല്ല, ഞാൻ ഇൻഷാ അല്ലാഹ് മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ മുഅ്മിനിക്ക് കിട്ടാൻ പോകുന്ന വിജയസാധ്യതകൾ എന്നിലേക്ക് വരുമോ? അത് ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിച്ചാലേ വരികയുള്ളൂ, എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ ഉള്ള ചർച്ച അങ്ങനെ പറഞ്ഞു. സഈദ് ചിലപ്പോൾ പരാജിതനാവാം. അതെങ്ങനെ തസ്വീർ? ഈമാൻ്റെ ശേഷം അവന് മുർത്തദ്ദാവുക. നഊദു ബില്ലാഹ്. അല്ലാഹ്. വശഖിയു പരാജിതൻ കദ് യസ്അദു അവൻ ചിലപ്പോൾ വിജയിച്ചവനായേക്കാം. അതെങ്ങനെ? ബി അൻ യുഅ്മിന ബഅദൽ കുഫർ കുഫറിൻ്റെ ശേഷം അവൻ വിശ്വസിക്കൽ കൊണ്ട്. വതഗീറു പകർച്ച യകൂനു അല സആദ വശഖാവ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും മേലിലാണ് എന്തു വരിക? മാറ്റം വരിക. അല്ലാതെ എന്തല്ല. ദൂനൽ ഇസ്ആദി വൽ ഇഷ്ഖാഇ സആദ ഉണ്ടാക്കലിൻ്റെയും ഷഖാവത്ത് ഉണ്ടാക്കലിൻ്റെയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽ വരൂല. അതിന് കാരണം എന്താ? വഹുമാ മിൻ സിഫാത്തില്ലാഹി തആല അത് രണ്ടും അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാണ്. കാരണം എന്താ? ലിമാ അന്നൽ ഇസ്ആദ തക്വീനു സആദത്ത്. ഇസ്ആദ് പറഞ്ഞാൽ തക്വീനു സആദ. കൗന് പറഞ്ഞാൽ അത് തക്വീൻ ഉണ്ടാക്കണം. അതാരാണ്? മുക്കവ്വിന് അള്ളാഹുവാണ്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ കുൻ എന്നതാണ് തക്വീന് ഉണ്ടാക്കുന്നത്. അപ്പം ഇസ്ആദ്, ഇഷ്ഖാ, ഇഫ്ലാഹ്, ഇൻജാ തുടങ്ങി എല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന കുൻ എന്ന കലിമത്തിൻ്റെതാ. അതിനെന്തുണ്ടാവില്ല, അതിനൊരാൾക്ക് മാറ്റം വരുത്താൻ പറ്റൂല. അപ്പോൾ വിജയത്തിനും പരാജയത്തിനും മാറ്റം വരാം. വിജയത്തിനെയും പരാജയത്തിനെയും ഉണ്ടാക്കലിനക്ക് എന്താകാൻ പറ്റൂല, മാറ്റം വരാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് ഷഖാവത്ത് വന്നു ചേരാം, പക്ഷെ അയാൾ നന്നായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇസ്ആദ് വരും. അപ്പോൾ ആ ഇസ്ആദ് ഉണ്ടാക്കുന്നത് ആരാണ്? അത് അള്ളാഹുവാണ്. വൽ ഇഷ്ഖാ തക്വീനു സആദ് ഷഖാവത്തി പരാജയത്തെ ഉണ്ടാക്കലാണ് ഇഷ്ഖാ. വലാ തഗയ്യുറു അലല്ലാഹി തആല അള്ളാഹുവിൻ്റെ മേലൊരു മാറ്റവുമില്ല. വലാ അലാ സിഫാത്തിഹി അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ മേലും എന്തില്ല? മാറ്റങ്ങളില്ല. ലിമാമറ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മിൻ അന്നൽ ഖദീമ് ലാ യകൂനു മഹല്ല ലിൽ ഹവാദിസി ഖദീം ആവുകയില്ല. മഹല്ല ലിൽ ഹവാദിസി ഹവാദിസുകൾക്കുള്ള മഹല്ലാവുകയില്ല. അപ്പോൾ ഇക്കാലത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അന്ന് തീരുമാനിക്കുക എന്നുള്ളതല്ല. അതും ആദ്യം അള്ളാഹുവിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? അള്ളാഹു താല തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. ഇവനക്ക് ഇങ്ങനെ ഓപ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ആ തീരുമാനം എടുക്കുമെന്ന് പറയും. ഇവിടെ നമ്മളൊന്ന് എക്സ്ക്ലൂസീവായിട്ട് സംസാരിച്ചാൽ പല ആളുകൾക്കും അത് മനസ്സിലാവില്ല. അതെങ്ങനെ? ഇപ്പോൾ ഇങ്ങനെ ഓനെ മൂലേരാവാൻ വിട്ടാലും ഓന് നരകത്തിലേക്കാണ് പോകുകയാണെന്ന് അള്ളാഹ്ക്ക് ഇപ്പം എങ്ങനെ അറിയാം എന്ന് ചില ആളുകൾ ചോദിക്കും. അല്ല, ഓന് ഫ്രീക്കനായിട്ട് ബൈക്കും റൈഡും കഞ്ചാവും ഒക്കെ ആയിട്ട് നടന്നാലും ഓൻ സ്വർഗത്തേക്ക് എത്തുള്ളൂ എന്ന് ഇപ്പം എന്താ? ഇപ്പോൾ അങ്ങനെ ചില ആളുകൾ തോന്നും. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്ന അതേ ശൈലിയിൽ തന്നെ പറയാം. നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മാനേജറോ സെക്രട്ടറിയോ ഉണ്ടാവും. അദ്ദേഹം തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തുണ്ടാവും? അവർക്ക് ഓരോ ജോലി നിശ്ചയിക്കാനും തീരുമാനിക്കാനും വെക്കും. അപ്പോൾ അയാൾക്ക് ഉറപ്പാണ് മറ്റേ ജോലി ഇയാളോട് ആദ്യം പറഞ്ഞാൽ അയാൾ എടുക്കൂല എന്ന്. അപ്പോൾ എന്നിട്ട് പറയും, എനിക്ക് ഉറപ്പാണ് ഓനതിന് പറ്റൂല എന്ന്.
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓനെ മറ്റേ ജോലി ഏൽപ്പിച്ചു എന്ന്. അപ്പോൾ ഒരു ചെറിയ കേവലമായ ഒരു മനുഷ്യൻ്റെ ഒരു സമയത്തെ ഒരു കാര്യത്തെ ഈ സെക്രട്ടറിക്കോ പ്രസിഡൻറ്റിനോ മറ്റു ആ സംഘടനയിലെ നേതാവിനോ ആദ്യമേ അറിയും എന്നുള്ള ആ ഉറപ്പ് ഇവനിക്കുണ്ട്. എന്നിട്ടാണ് ഓനെ ആദ്യം തന്നെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് എത്രത്തോളം ഉറപ്പുണ്ടാവും. ഇന്ന ആളെ മൂല്യരാക്കി വിട്ട് കഴിഞ്ഞ് ബിരുദം കിട്ടി സനത് കിട്ടിക്കഴിഞ്ഞാലും ഓൻ എന്തെന്നെ ആകും, ഓൻ ഈമാൻ തെറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓന് ചെയ്യും എന്ന് അള്ളാഹുവിന് എന്താക്കാം ആദ്യമേ അറിയാം. അല്ലെങ്കിൽ വളരെ വലിയ കുരുത്തക്കേടിൻ്റെ ആളായിട്ട് പൂജാരിയും പള്ളിയിലച്ചനും ഒക്കെ ആയിട്ട് വളർന്ന് ഇഷ്ടംപോലെ പ്രഭാഷണ പ്രസംഗങ്ങളിലൂടെ സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന് ധാരാളം ആളുകൾ ഹിദായത്ത് തെറ്റിച്ച ആൾ, പക്ഷെ ഓൻ പിന്നീട് എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ കണക്കുപ്രകാരം ഇസ്ലാമിലേക്ക് വന്ന് ഇവിടെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് പിന്നീട് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ ദീനിലേക്കും ദീനിൻ്റെ പാതയിലേക്ക് വലിച്ചു കൊണ്ടുവരാനും പുതിയ നിലവിലുള്ള ആളുകളെ നിലനിർത്താനും പ്രേരകമായ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു. അതെന്താ, അത് അള്ളാഹുവിനെ അറിയാം. അപ്പോൾ നമുക്ക് പല ആളുകളെക്കുറിച്ച് അറിയുന്നതിലുപരിയായിട്ട് അതെങ്കിൽ നമ്മൾ അറിയുമെന്ന് നമ്മൾ വാദിച്ചിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യൻ്റെ മനസ്സകത്ത് മറച്ചു വച്ച കാര്യങ്ങളെപ്പോലും അതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും അടക്കം കൃത്യമായി അറിയുന്ന റബ്ബ് അവിടെ ഓരോരുത്തർക്ക് ഇഷ്ഖാഉം ഇസ്ആദും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളൊക്കെ വിജയിച്ചവരുൾപ്പെടുത്തുമാറാകട്ടെ. വൽ ഹഖു, എന്ന യാഥാർത്ഥ്യം പറഞ്ഞാലുണ്ടല്ലോ, അന്നഹു ലാ ഖിലാഫ ഫിൽ മഅന, മഅനയിൽ ഒരു ഖിലാഫുല്ല. ലി അന്നഹു ഇൻ ഉരീദ ബിൽ ഈമാനി, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ, വസ്സാദത്തി, സാദത്ത് കൊണ്ടും, മുജറദു ഹസൂലിൽ മഅന, അതിൻ്റെ ഒരു ആ മഅന കിട്ടുക, പരാജയം വരിക, ഈമാൻ വരിക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഫഹുവ ഹസിലു ഫിൽ ആലി, അത് ഇപ്പം തന്നെ ഉണ്ട്. അതായത് മുഅ്മിനാണെങ്കിൽ മുഅ്മിനാണ്, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചവനാണ്, പരാജയം ഇപ്പം അത് ഉണ്ട് എന്നൊരു മാന. അപ്പോൾ വൈനുരീതമായ തറത്തബു അലൈഹി നജാത്തു വസമറാത്തു, ഞാൻ മുഅ്മിനാണ്, ഇനി മുഅ്മിനാകുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന വിജയങ്ങൾ, മുഅ്മിനാകുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ, അതൊക്കെ ഉദ്ദേശിച്ചാലോ ഫഹുവ ഫീ മശിയത്തില്ലാഹി തആല, അത് അള്ളാഹുവിനാണ്. ഇപ്പോൾ നമ്മളൊക്കെ വിശ്വാസികൾ, അള്ളാഹു തആല നമ്മളെ മരണം വരെ വിശ്വാസം നിലനിർത്തി മരണത്തിൻ്റെ ശേഷം വിശ്വാസത്തിനെ സമറും നജാത്തൊക്കെ നേടാൻ അള്ളാഹു തആല നമ്മൾ തുണക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഞാൻ ഇപ്പോൾ മുഅ്മിനാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. അതിൻ്റെ റിസൾട്ടോ അത് അള്ളാഹ് നൽകട്ടെ, അത് അള്ളാഹ് നൽകട്ടെ. ഇനി അവിടെ നൽകുന്നതിൽ സംശയമുണ്ട് അല്ലെങ്കിൽ അത് അള്ളാഹിലേക്ക് വിട്ടുകൊടുത്തു, അപ്പോൾ അവിടെ മശിയത്ത്, ഇപ്പോൾ മുഅ്മിൻ ഞാൻ ഹക്കൻ, ഞാൻ മുഅ്മിനാണ്, ഞാൻ സ്വർഗത്തിൽ കടക്കും ഇൻഷാ അള്ളാഹ്, അപ്പോൾ ഇൻഷാ അള്ളയാണ്, അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ലാ ഖത്വ ബിഹുസൂലി ഫിലാലി, ഇപ്പം തന്നെ ഞാൻ സ്വർഗത്ത് കടക്കും എന്ന് അവിടെ ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ ഫമൻ ഖത്വ ബിൽ ഹുസൂലി, അപ്പോൾ ഹുസൂല് കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അറാദൽ അവല, ഏതാണ് മുഅ്മിനാണ് എന്നതാണ് ഉറപ്പിച്ച്. ഞാൻ മുഅ്മിനാണ് ഉറപ്പാണ് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്താണ് മുഅ്മിനാണ്, അല്ലാതെ സ്വർഗത്ത് കടക്കും എന്നവിടെ ഉറപ്പിൽ പറഞ്ഞിട്ടില്ല. വമൻ ഫവ്വദ ഇലൽ മശിയത്തി അറാദ സാനിയ, അള്ളാഹിൻ്റെ മശിയത്ത് ഇല്ല ഞാൻ മുഅ്മിനാണ് സ്വർഗത്ത് കിടക്കുന്നു പറഞ്ഞാൽ അത് അള്ളാഹു മുഅ്മിനുകൾക്ക് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനത്തിലേക്ക് അള്ളാഹുവിൻ്റെ മശിയത്ത് ബന്ധിച്ചാൽ ഞാൻ എങ്ങനെയുമാണ് സ്വർഗത്തിലും കടക്കും, വിജയിച്ചവനുമാണ് എന്നൊരു മാന അവിടെ വെക്കുന്നു. അപ്പോൾ ഈമാനും ഇസ്ലാമും ഒന്നാണ്. അത് പല ആറ്റുകളും പലതും പറഞ്ഞു. ഇതിൻ്റെ മത്തിന് പറഞ്ഞിട്ട് മുസന്നിഫോറുകൾ അതിനെ പറയുകയും ഷറഹിൽ നമ്മളാ വായിച്ചതൊക്കെ പാടെ കൂട്ടുമ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിനായ മാനുള്ളത്. പിന്നെ വന്നതൊക്കെ അവരുടെ തർക്കങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മളാ പറഞ്ഞത് ഈമാനും ഇസ്ലാമും ഒന്നാണ്, ഈമാനും ഇസ്ലാമും ഒന്നാണ്. ഇനി അൽ കലാമു ഫി നുബുവ വ റിസാല, നബി റസൂലിൻ്റെ ചർച്ചയാണ് വരാൻ പോകുന്നത്. വഫി റിസാലി റസൂലി, പ്രവാചകന്മാരെ അയച്ചതിലുണ്ട്. ജമ്മു റസൂൽ, അത് റസൂലിൻ്റെ ജമ്മാണ്, ജമ്മു റസൂൽ റസൂലിൻ്റെ ജമ്മാണ്. പ്രവാചകന്മാരെ അയച്ചതിലുണ്ട്. ഫഊലും മിന റിസാല, റിസാലയിലുള്ള ഫഊൽ വസിനാണ്. ഗഫൂർ ഷക്കൂർ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഫഊൽ വസിനാണ്. വഹിയ സിഫാറത്തുൽ അബ്ദി ബൈനല്ലാഹി തആല വ ബൈന ദവിൽ അൽബാബി മിൻ ഖലീഫത്തിഹി. എന്താണ് ഈ റിസാലി എന്ന് പറഞ്ഞാൽ? വഫ സിഫാറത്തുൽ അബ്ദി, ഒരടിമ സഫീറാവുക. സഫീർ മീൻസ് ദൂതനാവുക.
ബൈന അല്ലാഹി തആല അള്ളാഹുവിൻ്റെ അരികിലും വബൈന ദബിൽ അൽബാബി മിൻ ഖലീഫത്തിഹി അള്ളാഹുവിൻ്റെ ഖലീഫകളായ ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഖലീഫകളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പ്രതിനിധികളായ നമ്മളുണ്ടല്ലോ, നമ്മളെ കൂട്ടത്തിൽ അള്ളാഹു തആല ലുബ്ബുള്ള ആളുകളെ അൽബാബുകളായ ലബീബുമാരായ ബുദ്ധിമാന്മാരായ ആളുകൾക്കിടയിലും അള്ളാഹു തആല വെച്ചിട്ടുള്ള ഒരു ദൂതൻ പരിപാടിയാണ്. യസീഹു ബിഹാ ഇലലഹും ഫിമാ ഖസുറത് അൻഹു ഖൂലുഹും മിൻ മസ്വാലിഹി ദുനിയ വൽ ആഖിറ. എന്നിട്ടോ ഇവരുടെ പണി എന്താ? യുസീഹു ബിഹാ ഇലലഹും അവരുടെ എല്ലാ ആത്മീയവും ഭൗതികവുമായ എല്ലാ ന്യൂനതകളും കുറവുകളും വീഴ്ചകളൊക്കെ അവർ നീക്കി കൊടുക്കും. ഖസുറത് അൻഹും ഖൂലുഹും അവരുടെ ബുദ്ധികൾ അതിനെ തൊട്ട് ചുരുങ്ങിപ്പോയിട്ടുണ്ട്, സാധാരണക്കാർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ പ്രവാചകന്മാർ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ മസ്വാലിഹ് ദുനിയ വൽ ആഖിറ, ദുന്യവിയായ മസ്വലത്തിലും ഉഖറവിയായ മസ്വലത്തിലും ഒക്കെ മനുഷ്യർക്കിടയിൽ അവർക്ക് കഴിയാത്ത എല്ലാ കാര്യങ്ങളും പ്രവാചകന്മാർ വന്ന് ക്ലിയർ ആക്കി തരും. ബഖദ് അറഫ്ത മഅന റസൂലി വൻ നബി ഫി സ്വദരിൽ കിതാബ്. കിതാബിൻ്റെ പ്രാരംഭത്തിൽ റസൂലി നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഹി ഇറങ്ങിയ ആൾ. റസൂലി എന്ന് പറഞ്ഞാൽ വഹിയും ഉണ്ടാകും, എന്തും ഉണ്ടാകും. തബ്ലീഗ് കൊണ്ട് രിസാലുണ്ടാകും, കിതാബ് ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പം അയക്കാൻ തബ്ലീഗ് നടത്താൻ വേണ്ടി പറഞ്ഞ ആരായി മാറി? റസൂലായി മാറി. അല്ലെ തബ്ലീഗ് കൊണ്ട് കൽപ്പന ഒന്നുമില്ല, വഹിയെ ഇറങ്ങിയിട്ടുള്ളൂ എങ്കിൽ നബിയുമായി. അപ്പോൾ എല്ലാ നബിയും എന്തല്ല? റസൂലല്ല. എന്നാൽ എല്ലാ റസൂലും എന്താണ്? നബിയാണ്. റസൂൽ നമ്മൾ മുർസല് പറ, അങ്ങനെ 313 മുർസലുകളാണല്ലോ ഉള്ളത്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന ചില കിതാബുകൾ കൊത്തിട്ട് കാണാം. വഫി റിസാലി റുസുലി പ്രവാചകന്മാരയച്ചതിലുണ്ട് ഹിക്മത്തുൻ വമ്പൻ ഹിക്മത്തുണ്ട്, ഡിപ്ലോമസിയുണ്ട്, തന്ത്രമുണ്ട്. ഐ മസ്ലഹത്തുൻ വാഖിബത്തുൻ ഹമീദ. അതിനതല്ല, മസ്ലഹത്തുമുണ്ട്, വാഖിബത്തുൻ ഹമീദ, സ്തുതിക്കപ്പെട്ടൊരു റിസൾട്ട്. എന്തിനാ പ്രവാചകന്മാരയച്ച? അത് കാണാം, അതപ്പം കാണാം, അതപ്പം അറിയും എന്നുള്ളൊരു ആഖിബത്തും ഹമീദയുണ്ട്. വഫി ഹാദ, ഇതിലുണ്ട് ഇഷാറത്തുൻ ഇലാ അന്നൽ ഇർസാല വാജിബുൻ. ഇർസാൽ എന്താണ്? വാജിബാണ്. ലാബിമാനൽ വുജൂബ് അലല്ലാഹി തആല, അള്ളാഹുവിൻ്റെ മേൽ വാജിബ് എന്നുള്ള അർത്ഥത്തിനല്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹ്ക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സിഫത്തുകളെ പഠിച്ച കൂട്ടത്തിൽ എന്ത് പഠിച്ചിട്ടില്ല? ഇർസാല് എന്നുള്ളൊരു സിഫത്ത് പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ചിണോ? അതങ്ങനെ പഠിച്ചിട്ടില്ല. പ്രവാചകന്മാരെ അയക്കൽ അള്ളാഹുവിൻ്റെ മേൽ വാജിബാണ്, അള്ളാഹുവിന് ഹയാത്ത് വാജിബാണ് എന്നതുപോലെ അള്ളാഹുവിന് മൗത്തിൽ വാജിബ് അല്ലാതിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ സെൽബ് ഉണ്ടാകാൻ പാടില്ല. ഹയാത്തിൻ്റെ മുക്കാബല സെൽബ്, കുദറത്തിൻ്റെ സെൽബ്, അജിസ്, അങ്ങനെയൊന്നും അതൊക്കെ നമ്മൾ വാജിബ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഇർസാൽ വാജിബ് എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പക്ഷേ അത് ഇഷാറത്തിൻ്റെ ഇഷാറത്താണുള്ളത്. എലാനൽ ഇർസാല വാജിബുൻ, ഇർസാൽ വാജിബാണ്. ലാബിമാനൽ വുജൂബ് അലല്ലാഹി തആല, അള്ളാഹിൻ്റെ മേൽ വുജൂബ് എന്ന മാനക്കല്ല. ബൽ ബിമാന അന്ന ഖളിയത്തുൽ ഹിക്മത്തി തഖ്തളീഹി, മറിച്ച് എന്തിനാണ് പ്രവാചകന്മാരയച്ചത്? അത് നിർബന്ധമാണ് എന്ന മാനക്ക്. ലിമാ ഫീഹി മിനൽ ഹിക്കമി, അതിലൊരുപാട് ഹിക്മത്തുകളുണ്ട്. വൽ മസ്വാലിഹി, ഒരുപാട് നന്മകളുടെ വശങ്ങളും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളും ഗുണങ്ങളും മനുഷ്യൻ്റെ ഗുണകാംക്ഷയും എല്ലാ മസ്ലഹത്തും എന്തിലുണ്ട്? ഇർസാലിലുണ്ട്. വലൈസ ബിമുംതനിഇൻ, അതെന്തല്ല? മുംതനി അല്ല. കമാ സഅമത്തി സുമന്നിയത്തു വൽ ബറാഹിമത്തു, അതൊക്കെ ഈ സുന്നത്തമാത്തിൻ്റെ ഔട്ട് ഓഫ് ടീമുകളാണ്. വലാ ബി മുംകിനിൻ എസ്തബി തുറഫാവു, അത് മുംകിനുമല്ല. മുംകിന് പറഞ്ഞാൽ ഉണ്ടാവാതിരിക്കാം. എസ്തബി തുറഫ്, മഴ പെയ്യാതിരിക്കാൻ പോലത്തെ രണ്ടു തുറഫും ഇസ്തിവ ആയ അതുമല്ല. കമാ ദഹബ ഇലൈഹി ബഅദുൽ മുതകല്ലിമീൻ, ചില മന്ദിക്കിൻ്റെ ആളുകൾ, അഹ്ലുൽ കലാമിൻ്റെ ആളുകൾ ബഅദ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രകാരം പോയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നമ്മുടെ മുഅ്തമദായ അഭിപ്രായം വെച്ചിട്ട് അതൊന്നും അപ്രകാരമല്ല എന്ന് പറഞ്ഞിട്ട് റദ്ദ് ചെയ്യാണ്. സുമ്മ അശാര ഇലാ ബുഖൂഇൽ ഇർസാലി, ഇർസാലിൻ്റെ ബുഖൂഇലേക്കും ഫായിദത്തിഹി, അതിൻ്റെ ഫായിദത്തിലേക്കും ത്വരീഖി സുബൂത്തിഹി, അത് സ്ഥിരപ്പെടുന്നതിൻ്റെ മാർഗത്തിലേക്കും വതഈനി ബഅദി മൻ സബത റിസാലത്തുഹു, റിസാലത്ത് സ്ഥിരപ്പെട്ട ആളുകളെ തഈൻ ചെയ്യുന്നതിലേക്കുമെല്ലാം
മുസന്നിഫോറുകൾ ഇഷാറത്ത് ചെയ്യുകയും ഫഖാല എന്നിട്ടു പറഞ്ഞു വഖദ് അർസലല്ലാഹു തആല അല്ലാഹു തആല അയച്ചിട്ടുണ്ട് റുസുലൻ മിനൽ ബശരി ബഷറിൽ നിന്ന് പ്രവാചകന്മാരെ ഇലൽ ബഷരി ബഷറിൽ നിന്ന് ബഷറിലേക്ക് മുബശ്ശിരീങ്ങളായിട്ട് എന്താണ് ആ പ്രയോഗങ്ങൾ മുബശ്ശിരീങ്ങളായിട്ട് ബഷറിൽ നിന്ന് ബഷറിലേക്ക് റസൂലുകളെ അല്ലാഹു തആല അയച്ചു. ഒരുപാട് മുഖ്തസറും അതിൻ്റെ മുത്തവ്വലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പദത്തിൻ്റെ ആഴങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആ സാഹിത്യത തന്നെ ധാരാളം അതിലുണ്ട്. ബഷറിനെ മിന്നി ഇല പോലത്തെ പരസ്പരം മാനയിൽ ഓപ്പോസിറ്റ് ഉള്ളതായ ഒരു സാധനത്തെ ഉപയോഗിച്ചു. പിന്നെ അള്ളാഹു റസൂല് എന്നുള്ള രണ്ട് ഘടകങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു. അങ്ങനെ കുറേ ചർച്ചയിൽ പറയാം. നമ്മൾ വിഷയമല്ലാത്തത് കൊണ്ട് നമ്മൾ പോവുക. അപ്പോൾ മഹാന്മാരെ ഉപയോഗിച്ച പദങ്ങളുടെ കായം ലി അഹ്ലിൽ ഈമാനി വത്വാഅത്തി ബിൽ ജന്ന വസ്സവാബ് സവാബ് കൊണ്ടും ജന്ന കൊണ്ടും അഹ്ലുൽ ഈമാനുക്കും അഹ്ലു ത്വാഅത്തിനുക്കും മുബശ്ശിരീൻ സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട് ബഷറ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിച്ചു. അറിയിച്ചു പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് അബിഷിറു നബിതങ്ങളൊക്കെ പറയില്ല അബിഷിറു നിങ്ങൾ സന്തോഷിച്ചോളി. അബിഷിറു പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ചോളി. ബഷിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിപ്പിച്ചോളി അല്ലേ. അബിഷറയും ബഷറ് മഫ്അല ഫഅല വസനിന് പലയിടത്തും അവകൾ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ഇവിടെ മുബശ്ശിരീൻ ഘട്ടം ഘട്ടമായി ബിഷാറത്ത് നടത്തുന്ന ആളുകൾ സുവിശേഷകരായിട്ടാണ് അല്ലാഹു തആല അയച്ചത്. മുൻദിരീൻ ഇൻദാർ ചെയ്യുന്നവരുമായിട്ട് മുൻദിരീൻ ഇൻദാർ ലഅഹ്ലിൽ കുഫ്രി വലിസ്യാനി ബിന്നാരി വൽ ഇഖാബ്. അപ്പോൾ ബഷീറൻ വനദീറ എന്നാണ് പറഞ്ഞത്. ആദ്യം തബഷീറാണ്, എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന, എപ്പോഴും സന്തോഷിപ്പിക്കില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യണം. അപ്പം ഇൻദാറും പ്രവാചകന്മാരത്തുണ്ട്. മുൻദിരീന ലഅഹ്ലിൽ കുഫ്രി വലിസ്യാനി ബിന്നാരി വൽ ഇഖാബ് ഫഇന്ന ദാലിക മിമ്മാ ലാ ത്വരീഖ ലിൽ അഖ്ലി ഇലൈഹി. അതൊന്നും ഇപ്പോൾ പിന്നെ ബുദ്ധിയും കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന സംഗതിയല്ല. അതായത് പിന്നെ ഇവിടെ തെറ്റ് ചെയ്തവർക്ക് നരകമുണ്ട്. അപ്പോൾ നമ്മളെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിച്ച സംഗതിയാണോ? അങ്ങനെ ബുദ്ധിക്ക് യോജിച്ച സംഗതിയൊന്നുമല്ല. മറിച്ച് അത് പ്രവാചകന്മാർ പറഞ്ഞപ്പോഴാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തൂല. അതിന് പ്രവാചകന്മാരുടെ ദൗത്യം ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞത്. ഒന്നിൻ്റെ ശേഷം അതിലേക്ക് മൈന്യൂട്ടായ ചിന്തകൾ കൊണ്ടല്ലാതെ ഇവകളിലേക്ക് എത്തൂല എന്നാണ് ശരി. അപ്പോൾ കുറേ ചിന്തിച്ചിട്ടാണ് സ്വർഗ്ഗം ഉണ്ടാവുമല്ലോ നരകം ഉണ്ടാവുമല്ലോ, അത് അള്ളാഹു സംവിധാനിച്ചതാണല്ലോ, ഇപ്പോൾ എവിടെ സംവിധാനിച്ചിട്ടുണ്ടാകുക, ഇപ്പം അത് ഉള്ളതാണോ, ഈ പ്രവാചകന്മാരിപ്പോൾ വന്നതാണെന്നൊക്കെ അവിടെ നമ്മളെ മൈന്യൂട്ട് മൈന്യൂട്ട് ചിന്തകൾ കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് എത്തലുമെങ്കിലും അതൊന്നും ബേസിക് നമ്മൾ അക്കൽ പറയുന്നതല്ല. ബുദ്ധി അവിടെ എന്തുവാണ്, ഒരു നരകം വേണം സ്വർഗം വേണം എന്ത് ചെയ്യുന്നില്ല അവിടെ പറയുന്നതല്ല. അത് അള്ളാഹുവിൻ്റെ മശീഅത്ത് പ്രകാരം അള്ളാഹു തീരുമാനിച്ച് സൃഷ്ടിച്ചു വെച്ചതാണ്. പിന്നെ മുബയ്യിനീന ലിന്നാസി ജനങ്ങൾക്ക് തബീൻ ചെയ്തു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക, മാ യഹ്താജൂന ഇലൈഹി അവരാവശ്യമാകുന്നൊന്ന് മിൻ ഉമൂരി ദീനി വദ്ദുനിയ ദീനി ദുനിയാവിൽ അവരാവശ്യമാകുന്നതെല്ലാം അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. ഫഇന്നഹു തആല ഖലഖൽ ജന്ന കാരണം അല്ലാഹു തആല സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു, വന്നാറ നരകത്തെയും, വഅദ്ദ ഫീഹിമ സബാബ് വൽ ഇഖാബ സബാബ് ഇഖാബിനെ അല്ലാഹു തആല അതിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചു. വതഫാസീല അഹ്വാലിഹിമ അത് രണ്ടിൻ്റെയും അഹ്വാലുകളുടെ എക്സ്പ്ലാനേഷനുകളും വിശദീകരണങ്ങളും. കാരണം സ്വർഗത്തിൽ അതുണ്ട് ഇതുണ്ട്, നരകത്തിൽ അങ്ങനെയാണ്, നരകത്തിലെ തീൻ്റെ ചൂട് ഇപ്രകാരമാണ്, സ്വർഗത്തിലെ പഴം ഇങ്ങനെയാണ്, പഴത്തിൻ്റെ ഭംഗി ഇങ്ങനെയാണ്, അത് കഴിച്ചാൽ വിശപ്പ് ഇല്ലാതിരിക്കലാണ്, സ്വർഗത്തിലെ ഹൗറലീങ്ങളെക്കുറിച്ചും സ്വർഗത്തിൻ്റെ പക്ഷികളെക്കുറിച്ചും സ്വർഗത്തിൻ്റെ നദികളെക്കുറിച്ചുമെല്ലാം
പ്രവാചകന്മാരാണ് നമുക്ക് വിശദീകരിച്ച് തന്നത്. വതുരീഖുൽ വുസൂലിൽ അവ്വലി, സ്വർഗത്തിലേക്ക് എപ്രകാരമെത്താം, സ്വർഗത്തിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം, ഇത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തും, ഇത് സ്വർഗസ്ഥരാവാനുള്ള കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വലഹ്തിറാസ് അനിസാനി, രണ്ടാമത്തെ നരകത്തെ തൊട്ട് എങ്ങനെ സൂക്ഷിക്കാം, നരകത്തെ സൂക്ഷിക്കണേ, നരകത്തിലേക്ക് എത്തുന്ന കണ്ണിനെ സൂക്ഷിക്കണേ, ഇത് നിങ്ങൾ ചെയ്യണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ, നമ്മൾക്കിപ്പോൾ മുത്തുനബി പറഞ്ഞതേ നമുക്കറിയുള്ളൂ. എല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ദൗത്യം കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ നബി പറഞ്ഞത് നമുക്കറിയുന്നത്, നബിയുടെ ദീന് എൻഡ് വരെ വേണം, ആ എൻഡിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ആ ദൗത്യം ആരേറ്റെടുത്തു, ആ ഉലമാക്കൾ ഏറ്റെടുത്തു. ആ ദൗത്യത്തിൻ്റെ വാഹകർ തന്നെയാണല്ലോ നാമും. അല്ലാഹു തആല ആ ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ, അതിൽ കുറവ് വരാതെ നിർവഹിക്കാൻ, നമുക്ക് സാധ്യമായ വിധത്തിൽ തെറ്റുകളില്ലാതെ അല്ലാഹു തആല ആ ദൗത്യം നിർവഹണം ചെയ്യാൻ നമുക്കല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിമ്മ ലാ അസ്തഖ്ലു ബിഹിൽ അഖ്ലു, ബുദ്ധി അതിലൊന്നും വിധിക്കില്ല. സ്വർഗ്ഗം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബുദ്ധി അങ്ങോട്ട് തീരുമാനിക്കുകയാണോ ആ സ്വർഗത്തിൽ പിന്നെ ഹൂറിലീങ്ങൾ ഉണ്ടാകുമെന്ന്, അവിടെ കുട്ടികൾ വിൽദാന മുഖല്ലദൂൻ അവിടെ ഉണ്ടാകുമെന്ന്, അള്ളാഹുവിൻ്റെ ലിഖാ അവിടെ ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ നരകമാണ്, നരകത്തിൽ കത്തിത്തീർന്നു കഴിഞ്ഞാൽ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറ, ഓരോ തവണയും അവരുടെ തൊലികൾ കരിഞ്ഞ് അമർന്നതിൻ്റെ ശേഷം പുതിയ തൊലികൾ നാം അവർക്ക് കൺവെർട്ട് ചെയ്തു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞത്, പ്രവാചകന്മാർ വിശദീകരിച്ചത്, അതൊരാളുടെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നതാണോ? അല്ല. അതെല്ലാം പ്രവാചകന്മാർ പറഞ്ഞാലല്ലാതെ നമുക്കത് മനസ്സിലാകുകയുമില്ല. അതാണ് മിമ്മ ലാ യസ്തഖ്ലു ബിഹിൽ അഖ്ലു, അഖ്ൽ അതുകൊണ്ട് മുസ്തഖില്ലല്ല എന്ന് പറഞ്ഞത്. വകദാ പ്രകാരം ഖലഖൽ ജിസാമൻ നാഫിഅ വല്ലാറ, ഉപകാരപ്രദവും ഉപദ്രവമായ തടികളെ, തീയിനെ, ആസിഡുകളെ, വാതകങ്ങളെ, പല ജിസ്മുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചു. വലം യജ്അൽ ലിൽ ഉഖൂലി വൽ ഹവാസി അൽ ഇസ്തിഖ്ലാൽ ബിമഅരിഫതിഹാ, ബുദ്ധി കൊണ്ട് അതിനെന്ത് ചെയ്തിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ അനുഭവങ്ങൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടുമാണ് അതിനെ കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ചിന്തിക്കാൻ ബുദ്ധി വേണമെന്നുള്ളതുകൊണ്ട്, അല്ലാതെ ബേസിക് എന്തല്ല, അത് ബുദ്ധി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അവിടെ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അവിടെ അങ്ങനെ ഉണ്ട്, നരകത്തിലത് ഇങ്ങനെ ഉണ്ട്, ഒന്നും അവൻ്റെ സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ടെന്നില്ലൊക്കെ പ്രവാചകന്മാരെന്ത് ചെയ്തിട്ടാണ് വന്നിട്ട് പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നതാണ്. വക്കദാജാലൽ ഖലായ മിൻഹ, അവകളിൽ നിന്ന് ഖളിയകൾ, ഓരോ ഖളിയകൾ നമ്മളെ മന്ദിക്കിലൊക്കെ പറയുന്ന ഓരോ പ്രസ്താവനകളുണ്ടാവും. വഹിയ മുംകിനാത്തുൻ, മുംകിനുകളായുണ്ട്. മഹിയ മുംകിനാത്തുൻ ലാ തുരീഖലിൽ ജസ്മി ബിഅഹദി ജാനിബി, രണ്ട് വശം നോക്കിയിട്ട് ഉറപ്പിക്കാൻ പറ്റൂല. വമിൻഹ മാഹിയ വാജിബാത്തുൻ, ചില ഖളിയകൾ വാജിബുകളാണ്. മുംതനിആത്തുൻ, അല്ലെങ്കിൽ ചിലത് മുഹാലുമാണ്, ഉണ്ടാകാത്തതുമാണ്. ലാ തദ്ഹുറു ലിൽ അഖ്ലി ഇല്ലാ ബഅദ നളിരിൻ ദായിമിൻ വബഹ്സിൻ കാമിലിൻ, പൂർണ്ണമായ ചർച്ചയ്ക്കു ശേഷവും നിത്യമായ ചിന്തയ്ക്കു ശേഷവുമല്ലാതെ ബുദ്ധിക്ക് പോലും മനസ്സിലാകാത്തത് അതിലുണ്ട്. ബിഹൈസു ലവിഷ്തഗലൽ ഇൻസാനു ബിഹി, മനുഷ്യൻ അതുകൊണ്ട് എൻഗേജ് ആയിക്കഴിഞ്ഞാൽ ലതഅത്വല അക്സറു മസ്വാലിഹിഹി, അവൻ്റെ മസ്വാലിഹിൻ്റെ ഭൂരിഭാഗ സംഗതിയും അത് തഅത്തുലാകും, ഒഴിഞ്ഞു കിടന്ന് അവധിയായി പോകും. അങ്ങനെ മനുഷ്യനിക്ക് അതൊന്ന് ചിന്തിച്ചാൽ നടക്കൂല. മനുഷ്യനെന്ത് നമ്മളങ്ങോട്ട് വിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചു. ഇനി ഇവൻ ചിന്തിക്കണം, നരകമുണ്ടോ ചിന്തിക്കണം, സ്വർഗമുണ്ടോ ചിന്തിക്കണം, അതിലേക്ക് പോകേണ്ട സംഗതികളുണ്ടോ ചിന്തിക്കണം, ആ നരകത്ത് കടക്കാതിരിക്കാൻ എന്തൊക്കെ സംഗതികളാണ് ചെയ്യേണ്ടത്. ഒരു ആണിനെ പെണ്ണിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പെണ്ണിനെ അവിടെ കണ്ടു, അവനിൽ തെറ്റായ വികാരം ഉണർന്നു. ഓനിനി ആ പെണ്ണുമായി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നരകത്ത് പോകാനുള്ളതാണോ സ്വർഗത്ത് പോകാനുള്ളതാണോ, തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹം താൻ ഇവിടെ ചെലവാക്കാനുള്ളതാണോ മനുഷ്യൻക്കറിയില്ല. അല്ലെങ്കിൽ സമയമായി സൂര്യൻ അവിടെ ഉദിച്ചു, സൂര്യൻ ഉദിക്കണീൻ്റെ മുമ്പ് ഉണർന്നു, ഇനിയിപ്പോൾ ഞാൻ ഈ സമയത്ത് എന്തേലും ചെയ്യാനുണ്ടോ, നിസ്കരിക്കാനുണ്ടോ, അങ്ങനെ ഒന്നും മനുഷ്യനെ അവൻ്റെ ബുദ്ധി കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഒന്നുമല്ല. നമ്മളെ ചിന്തിക്കേണ്ട സംഗതിയാണ്. മറ്റ് കിതാബുകൾ ഇത്ര ബസ്റ്റായിട്ട് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യനായിട്ട് അങ്ങോട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ അക്കൽ കൊണ്ട് ഇവിടെ വിചരിക്കാൻ പാടില്ല കേട്ടോ, കള്ളുടിക്കാൻ പാടില്ല കേട്ടോ, നിസ്കരിക്കണം കേട്ടോ, പൈസ ഉണ്ടല്ലോ അള്ളാഹ് സാധുക്കൾക്ക് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണമല്ലോ, ഏകദേശം ഒരു 6 ലക്ഷം ഉറുപ്പിക എന്നാൽ പോയിട്ട് ഹജ്ജ് ചെയ്യണമല്ലോ എന്നൊന്നും ഒരു മനുഷ്യൻ്റെ അക്കൽ എന്താവില്ല പറയില്ല.
അതുകൊണ്ട് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി വഴിതിരിച്ച് അവൻക്ക് ശക്തവും വ്യക്തവും മൈന്യൂട്ടുമായ കാര്യങ്ങളെ അവൻ്റെ മനതലത്തിലേക്ക് വരഞ്ഞും എഴുതിയും കാണിച്ചും പ്രവാചകന്മാർ പോയി. നമ്മൾ യാസ്വാനിൽ പഠിച്ചില്ലേ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ നബി ഖത്തൻ, നബി തങ്ങൾ ഒരു വര വരച്ചു, അതിനെ റൗണ്ടാക്കി അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വരയും വരച്ചു. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഹദാൽ ഇൻസാൻ, ഇത് മനുഷ്യനാണ്, ഹദാ ജലുഹു, ഇത് അവൻ്റെ ആയുസ്സാണ്, ഹദാ അമലുഹു, അമൽ അതവൻ്റെ ആഗ്രഹവുമാണ്. അവൻ്റെ ആയുസ്സിൻ്റെ കണക്കാക്കിയ ആ ഒരു കോർണറിൽ നിന്ന് അവിടെ എക്സസ്സായി പോയിരിക്കുന്ന വിദൂരതയിലേക്ക് നീണ്ടു നിൽക്കുന്ന അവൻ്റെ ആഗ്രഹങ്ങളുണ്ട്. അവൻ്റെ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ആഗ്രഹങ്ങൾ ഒടുങ്ങുന്നില്ല. പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ വരകൾ നബിതങ്ങൾ വരച്ചു. ശേഷം പറഞ്ഞു, ഇത് അവൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുന്ന പല പല കാര്യങ്ങളുമാണ്. ആ പല പല കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അവൻ്റെ ആയുസ് കഴിഞ്ഞാലും അവൻ്റെ ആഗ്രഹങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ വരച്ചു കാണിച്ചില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു കാണിച്ച സംഭവങ്ങളുണ്ട്. സാന്ദർഭികമായിട്ട് ഡ്രമാറ്റിക് ആയിക്കൊണ്ട് നബി തങ്ങൾ പലതും കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാർ അവരുടെ ദൗത്യങ്ങളെ കൃത്യമായി നിർവഹിച്ചു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നാലെ അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് മറ്റു ഘട്ടങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്